ഹലോ എവരിവൺ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇതുവരെ ഇടാത്ത ഒരു കൈൻഡ് ഓഫ് വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. ഒരു ചെറിയ ട്രാവൽ വ്ളോഗ്. എൻ്റെ ഈ ട്രാവൽ മെമ്മറീസും കാര്യങ്ങളൊക്കെ എനിക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ യൂട്യൂബിനേക്കാൾ വേറെ നല്ലൊരു ഇടം ഇല്ലാതെ തോന്നിയിട്ട് കൂടിയാണ് ഞാനിതിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. കൂടുതലായിട്ട് ഫ്രണ്ട്സിന് ഇതൊക്കെ ഒന്ന് കാണുകയും കൂടി ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാനുള്ളത് ഗുജറാത്തിലുള്ള വഡോദര എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ഇവിടെ നിന്ന് ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ പറഞ്ഞുതരാം. ഈ ബസ്സിൽ കയറിയിട്ട് ഞാൻ പോകുന്നത് സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി ഞങ്ങൾ വീട്ടിൽ നിന്നേ ബസ്സിലായിരുന്നില്ല വന്നത്, ഒരു കാർ എടുത്തിട്ടായിരുന്നു വന്നത്. അത് വഴിക്ക് വെച്ചിട്ട് സെക്യൂരിറ്റി പറഞ്ഞു, ഇത് ഉള്ളിലോട്ട് പോകാൻ പറ്റില്ല, ഇവിടുന്ന് ഇതൊരു ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ട് അവിടുന്ന് ലൈൻ ബസ് അടിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാമെന്ന്. അങ്ങനെയാണ് നമ്മളിത് ലൈൻ ബസ് പിടിച്ചിട്ട് പോയത്. പക്ഷേ ആ ഐഡിയ എന്തായാലും അടിപൊളിയായിരുന്നു. കാരണം ഈ ബസ്സിൽ ഈ വിൻഡോ സീറ്റിൽ ഇരുന്നിട്ട് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ വെച്ചാൽ നമ്മളിത് കാറിൽ വരുന്ന സമയത്ത് ഈ സ്റ്റാച്യുവിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് വരികയായിരുന്നു. അടുത്തെത്തും തോറും അതിങ്ങനെ വലുതായി കാണുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ബസ്സിൽ പോയിട്ട് സെക്യൂരിറ്റി ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അതുപോലെ തന്നെ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പം ഉള്ളിലോട്ട് എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിത് ചെറിയൊരു ടിക്കറ്റ് എടുത്തിട്ട് ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി മാത്രം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അല്ലാതെ അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഫുൾ വ്യൂസൊക്കെ കാണുന്ന സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളതൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാ എന്താ പറയുക ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കയറുകയാണ്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇത് ദ വേൾഡ്സ് ടോളസ്റ്റ് സ്റ്റാച്യു ആണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു പ്രതിമയാണ് ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഇതിൻ്റെ ഹൈറ്റ് വന്നിട്ടുള്ളത് 182 ആണ്, 182 മീറ്റേഴ്സ് ആണ്. അതുപോലെ 597 ഫീറ്റ് ആണ് ഇതിൻ്റെ ഒരു ഹൈറ്റ് വന്നിട്ടുള്ളത്. ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് വഡോദരയിൽ നർമ്മദ വാലിയുടെ നിയറായിട്ട് കവടിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്, ഗുജറാത്തിലുള്ള. അപ്പോൾ എന്താണ് ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് വെച്ചാൽ, ഇത് നമ്മൾ പട്ടേൽ പ്രതിമ എന്നും പറയും. അങ്ങനെ പറഞ്ഞാലാണ് മിക്കവാറും ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുക കേട്ടോ. ഇത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ പട്ടേലിൻ്റെ പ്രതിമയാണ് ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത്. വഡോദരയ്ക്ക് ഏകദേശം 100 കിലോമീറ്റർ സൗത്ത് ഈസ്റ്റ് ആയിട്ട് നർമ്മദ നദിയിൽ സർദാർ സരോവർ ഡാം ഫേസ് ചെയ്തിട്ടാണ് ഈ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ വന്നിട്ടുള്ളവരെല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് പോയിട്ട് കാണണം കേട്ടോ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിമ കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് വളരെ ഭാഗ്യമുള്ളൊരു കാര്യം തന്നെയാണ്. ഈ പ്രതിമയേക്കാൾ എന്നെ അട്രാക്ട് ചെയ്തത് എന്താണെന്നറിയോ, ഈ ചുറ്റുമുള്ളത് ഈ നർമ്മദ നദിയാണ്. എന്തൊരു രസമാണെന്നറിയോ കാണാൻ വേണ്ടി. നമുക്ക് ആ വെള്ളം കാണുമ്പോൾ ഇറങ്ങി അങ്ങോട്ട് കുളിക്കാൻ തോന്നും, അല്ലെങ്കിൽ കുടിക്കാനൊക്കെ തോന്നും. പക്ഷേ ഭയങ്കര ഡേഞ്ചറാണ്, നല്ല ആഴമുണ്ടാവും. നമ്മൾ പുറമേ കാണുമ്പോൾ നമുക്ക് ഒട്ടും ആഴം ഫീൽ ആവില്ല, പക്ഷെ നല്ല ആഴമുള്ള സ്ഥലമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പട്ടേൽ പ്രതിമയെ കണ്ടതിനേക്കാൾ എൻ്റെ മനസ്സും എന്താ പറയുക കണ്ണും ഒക്കെ കുളിർമ നൽകിയൊരു സ്ഥലമായിരുന്നു ശരിക്കും ഇതെന്ന് വേണമെങ്കിൽ പറയാം. ഇത് സെയിം നർമ്മദയുടെ കര പിടിച്ച് പോയാൽ കിട്ടുന്ന മറ്റൊരു ലൊക്കേഷനാണ് കേട്ടോ. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടെമ്പിളാണിത്. ഇതിൻ്റെ പേര് നീൽകണ്ഠ ധാം എന്നാണ്. ഇത് നമ്മുടെ ഡൽഹിയിലുള്ള അക്ഷർധാമിൻ്റെ ഒക്കെ അതുപോലത്തെ ഒരു ടെമ്പിളാണ്. അതിൻ്റെ തന്നെ ആൾക്കാരുടെ ഒക്കെ ഒരു ടെമ്പിളാണ് ഇത് സംഭവം. പക്ഷേ അക്ഷർധാമിൽ നമുക്ക് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് അതൊന്നും ആരെയും കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു ലിമിറ്റേഷൻസും ഇല്ല കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ വരേണ്ടവർക്ക് ഇതൊക്കെ കണ്ടിട്ട് വരാമല്ലോ. അപ്പോൾ ഈ ഒരു ടെമ്പിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് നീലകണ്ഠ വർണ്ണി എന്ന് പറയുന്ന ഒരു ഭഗവാൻ സ്വാമിനാരായണൻ, അതായത് നമ്മൾ അക്ഷർധാമിൻ്റെ തന്നെ സ്വാമിനാരായണൻ്റെതാണ് അക്ഷർധാമം വരുന്നത്. അപ്പോൾ അവരുടെ ഒരു എന്താ പറയുക തീർത്ഥാടന വേളയിൽ ഒരു കാലയളവ് ചെലവഴിച്ച ഒരു സ്ഥലമാണ് ഇതെന്ന് കരുതപ്പെടുകയാണ്. ഗുജറാത്തിലെ പൊയ്ച്ചയിലാണിത് കേട്ടോ. പൊയ്ച്ചയിലാണ് നമ്മൾ പട്ടേൽ പ്രതിമ കാണാൻ പോകുന്ന സെയിം റൂട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. പൊയ്ച്ചയിലാണ്. അപ്പോൾ ഇതൊന്നുമല്ല ഇതിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പൊതുവെ ഞാനൊരു അമ്പലം അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് പേഴ്സൺ അല്ല. കാരണം എനിക്ക് അധികം തിരക്ക് കാര്യങ്ങളൊന്നും ഉള്ളിടത്ത് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല ഒരാളൊന്നുമില്ല. പക്ഷെ ഇവിടെ നല്ല ക്രൗഡഡാണ്. പക്ഷെ നമുക്ക് ആ ഒരു എന്താ പറയുക ഒരു സൈലൻസും പോസിറ്റീവ് വൈബ്സും എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് എത്ര ആലോചിച്ചിട്ട് സത്യം പറയാൻ എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. അത്രയും അടിപൊളി സ്ഥലമായിരുന്നു ഇത്. നമ്മളിങ്ങോട്ട് കയറുമ്പോൾ തന്നെ
സത്യം പറഞ്ഞാൽ എനിക്കിങ്ങോട്ട് കയറുമ്പോൾ തന്നെ നമ്മളൊരു അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ കയറുന്ന ഒരു പ്രതീതിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. കാരണം ഇങ്ങനെ ഫുൾ വാട്ടർഫോൾസും കാര്യങ്ങളും അതുപോലെ ആർട്ടിഫിഷ്യലായിട്ടുള്ള പൂൾസും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട്, പക്ഷേ അത് ആ അമ്പലത്തിൻ്റെ ഭംഗിയുണ്ടല്ലോ അതൊരു ഡബിൾ ഇൻറ്റു ഡബിൾ ആക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയ്ക്ക് രസമായിരുന്നു. ഈ അമ്പലം ചുറ്റുമുള്ളത് വെള്ളമാണ്. അത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റില്ല. ആക്ച്വലി ഇതൊരു ആരാധനാലയമാണ് കേട്ടോ. ഇവിടെ പ്രാർത്ഥിക്കാനൊക്കെ വരുന്നവർക്ക്, ഈ പീസ്ഫുള്ളായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ ഉള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ നല്ലൊരു സ്ഥലം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇതിപ്പോൾ ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത് നരസിംഹത്തിൻ്റെ ഒരു സ്റ്റാച്യു ആണ്. അവിടെ ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിക്കുന്നതും ദക്ഷിണ വെക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെവർക്ക് ഒരു അടിപൊളി സ്ഥലമാണ്. അല്ലാതെ ഇതൊക്കെ കാണാൻ ഇങ്ങനത്തെ ഈ എന്താ പറയുക സ്റ്റാറ്റിറ്റിക്സും കാര്യങ്ങൾ ഇങ്ങനത്തെയൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഇഷ്ടമുള്ളവർക്കും വളരെ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. നമുക്കിങ്ങനെ കണ്ടുകൊണ്ട് നടക്കാം. ഇതിനേക്കാളൊക്കെ അടിപൊളിയായിട്ട് പറയേണ്ട ഒരു സംഗതി എന്താണെന്ന് അറിയോ, നമ്മൾ അത്രയും വെയിലത്ത് ഇങ്ങനെ എന്താ പറയുക പൊള്ളി ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ ഒരു തണുപ്പ് തന്നെയാണ്. അത് ചിലപ്പോൾ ഈ വെള്ളത്തിൻ്റെയും കാര്യത്തിൻ്റെയൊക്കെ ആയിരിക്കും. എന്നാൽ ഇവിടെ വന്നാൽ നമുക്കങ്ങനെ സ്വെറ്റ് ചെയ്യുന്ന വളരെ വളരെ കുറവാണ്. ഒരു കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്, പോരാത്തതിന് ഫുൾ ടൈം അതിൽ ഇവിടെ എന്തോ സ്ലോഗോ കാര്യമോ അങ്ങനെ എന്തോ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടായിട്ട് റൺ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ എന്തൊരു പോസിറ്റീവ് വൈബായിരുന്നു എന്നറിയോ. അപ്പോഴേ ഞാൻ വിചാരിച്ചു ഒരു ദിവസം സാരിയൊക്കെ എടുത്ത് വന്ന് ഇവിടുന്ന് 4 റീലൊക്കെ എടുത്തിട്ട് പോകണം എന്നൊക്കെ. പക്ഷേ ഞങ്ങൾ നിൽക്കുന്നിടത്ത് ഇവിടുത്തെ കുറച്ച് ദൂരമുണ്ട് കേട്ടോ. അതാണ് ഒരു ചെറിയ വിഷയം. അപ്പോൾ ഇതാണ് മെയിൻ എൻട്രൻസ് ആയിട്ട് വരുന്ന ഒരു സംഭവം. കയറിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവമാണ് കാണാൻ പറ്റുക. ഇതിൻ്റെ മുകളിലേക്ക് നോക്കണം. നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും. ഒറ്റയ്ക്കൊക്കെ വരണം തോന്നി എനിക്ക്. ഒറ്റയ്ക്ക് വന്നിട്ട് ഇതൊക്കെ നോക്കി ഇങ്ങനെ ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ അന്തം വിട്ട് കുന്തം പിഴുങ്ങി നിൽക്കേണ്ട ഒരു മൂഡ് എനിക്ക് പെട്ടെന്ന് വന്നുപോയി. അത്രയും രസമായിരുന്നു. ഇതാണ് നർമ്മദ നദി കേട്ടോ. ഇതിൻ്റെ ചുറ്റും നർമ്മദ നദിയാണ്. അങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഭയങ്കര ഡേഞ്ചറാണ്. ഇതുപോലൊരു ബാൽക്കണി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നല്ല കാറ്റൊക്കെ കിട്ടും. നല്ല ഇങ്ങനെ നമുക്ക് ചിന്തിച്ചങ്ങി ഇരിക്കാം. നല്ലൊരു ഫീൽ ഗുഡ് സ്ഥലമാണ്. അപ്പോൾ ഗുജറാത്തിൽ വരുന്നവരൊക്കെ എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ചെറിയൊരു വീഡിയോ ആണ് എടുത്തത്. ഇനി പോവുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയി നല്ലൊരു വീഡിയോ ഞാൻ ഇടാൻ വേണ്ടി നോക്കാം. അപ്പം നമ്മളെല്ലാം കഴിഞ്ഞ് ഇറങ്ങുന്ന വഴിക്കാണ് ഇങ്ങനത്തെ ഒരു ആനയെ കണ്ടത്. പക്ഷെ നമ്മളെ നാട്ടിലത്തെ പോലത്തെ ആനയൊന്നും അല്ല കേട്ടോ. ഒരു പാവം ചെറിയ ആന. അതിനാണെങ്കിൽ വല്ലാത്ത ക്ഷീണമൊക്കെ ആയിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു സൺഡേയിലുള്ള ഒരു ട്രാവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 2 സ്ഥലമാണ് നമ്മളിന്ന് വിസിറ്റ് ചെയ്തത്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു, പക്ഷേ അടിപൊളിയായിരുന്നു. അങ്ങനെ ക്ഷീണവും കാര്യങ്ങളൊന്നും വല്ലാണ്ടൊന്നും അറിഞ്ഞില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനിയും ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കൂടെ കൂടാം. അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.